ദിവസങ്ങളെല്ലാം കടന്നു പോകുന്നത് ഒരേ കണക്കാണല്ലേ. മനുഷ്യൻ്റെ ചിന്തകൾക്കും രീതികൾക്കും മാത്രമേ ഉള്ളൂ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാണ്. ഇന്ന് പൊതുവേ എല്ലാ ദിവസത്തെയും പോലൊക്കെ ഉള്ളൊരു ദിവസമല്ലായിരുന്നു ഇന്നെനിക്ക് കേട്ടോ. ഇന്ന് ഫുള്ളൊരു മടി പിടിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു. എന്തോ അറിയില്ല, ഇന്നത്തെ ഒരു ദിവസം എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാം രാവിലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് രാവിലെയൊന്നും അല്ല, ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റത്. മടി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റത്. അണ്ണൻ രാവിലെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊന്ന് ഞങ്ങൾ മധുരക്കിഴങ്ങ് പുഴുങ്ങാമെന്ന് കരുതി. ഞാനും പാർത്തമോനും ഉണ്ട്. അപ്പം രാവിലെ ഇതാകുമ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ ആവുമല്ലോ, നമുക്ക് എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയിലേക്ക് ഒപ്പിക്കാമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ്, അതാകുമ്പം പെട്ടെന്ന് നമുക്ക് ജോലി ഒതുക്കാമല്ലോ എന്ന് കരുതി. ഇത് വെള്ള കളർ മധുരക്കിഴങ്ങായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്, ഞാൻ മലനടയിൽ നിന്ന്. അവിടെ ചാച്ചന് ഇതിൻ്റെ കൃഷിയുണ്ട്, മധുരക്കിഴങ്ങിൻ്റെ കൃഷിയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ കരുതിയെന്നാൽ എനിക്ക് വേണം, ഞാൻ കരുതിയെന്നല്ല, എനിക്ക് വേണം, എനിക്കിഷ്ടമാണിത് സംഭവം മധുരക്കിഴങ്ങ് കേട്ടോ. അപ്പം ഞാൻ ചാച്ചനോട് പറഞ്ഞു എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പം ഞങ്ങളിങ്ങോട്ട് പാവുമ്പലേക്ക് വരാറായപ്പോഴത്തേക്കിനും എനിക്ക് കിളച്ചുകൊണ്ട് തന്നതായിരുന്നു. അപ്പം കുറച്ചേ എടുത്തുള്ളൂ, എല്ലാം കൂടെ ഒന്നും തോനെയൊന്നും കൊണ്ടുവന്നില്ല, കുറച്ച് മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നശിപ്പിച്ച് കളയണ്ടല്ലോ. അപ്പം നമുക്ക് ഇനിയും പോകുമ്പോൾ കൊണ്ടുവരാമല്ലോ. അതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് കൊണ്ടുവന്നത്. അപ്പം മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി വേണമല്ലോ, ചമ്മന്തി ഉണ്ടാക്കണം. അതിനായിട്ട് മുളകും ഉള്ളി എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചപ്പോൾ കറണ്ട് പോയി. കറണ്ട് വരെ എനിക്ക് ഇന്നത്തെ ദിവസം പണി തരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഇടികല്ലുണ്ടല്ലോ, ആ ഇടികല്ലിനകത്തിട്ട് ഇടിച്ച് പൊടിച്ച് എടുക്കാമെന്ന് കരുതി. നമ്മളെ മിക്സിക്കകത്തിട്ട് അരയ്ക്കുന്ന പോലെ അത്രയ്ക്കൊന്നും നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. പിന്നെ മുളക് ചമ്മന്തി ആവുമ്പം, മുളകും പുളി ഉടയ്ക്കും ആവുമ്പം നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. അതായിരിക്കും കഴിക്കാൻ ടേസ്റ്റ്, പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റ്. എന്നിട്ട് പിന്നെ ഞാൻ മുളകൊക്കെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. കാരണം പാർത്തമോന് കഴിക്കേണ്ടതുകൊണ്ടേ അധികം എരിയായി കഴിഞ്ഞാലും ചിലപ്പോൾ അവൻ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ മുളകെടുത്തിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ മധുരക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങി ഞങ്ങൾ കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ഞാനും പാർത്തമോനും. ചൂടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചൂടാറുന്നവരൊന്നും കാത്തു നിന്നതൊന്നുമില്ല. ചൂടാറുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾ ലേറ്റായിട്ടായിരുന്നല്ലോ എണീറ്റത്, ഒരുപാട് താമസിച്ച് എണീറ്റത് കൊണ്ട് തന്നെ നന്നായിട്ട് വിശപ്പും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനും ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. കാരണം സ്കൂളൊന്നും പോകണ്ടാത്തത് കൊണ്ട് തന്നെ ഞാനങ്ങനെ വിളിക്കാനും പോയില്ല. ഒരുപാട് ഇച്ചിരി നേരം കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, സ്കൂൾ തുറക്കാറാകുമ്പോൾ, സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്നും വെളുപ്പിനെ എണീക്കേണ്ടതല്ലേ. അപ്പം ഈ വെക്കേഷൻ സമയത്തല്ലേ അവർ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാനൊക്കെ അവർക്ക് സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ കഴിപ്പൊക്കെ കഴിഞ്ഞപ്പം പാർത്തമോൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അവനെ കളിക്കാൻ വിളിക്കാനായിട്ട് നമ്മുടെ കാർത്തിയാണ് വന്നത്. ഈ കാർത്തി, ആയുഷ്, ഇവരുടെയൊക്കെ മുഖങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഈ ലൈവിൽ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവന്മാരെ എപ്പോഴും ലൈവിൽ എൻ്റെ കൂട്ടത്തിൽ കാണും. അപ്പോൾ പാർത്തമോനെ കളിക്കാൻ വിളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. മടിയായിട്ടിരുന്നെങ്കിലും നമ്മുടെ ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. തുണി കഴുകൽ ജോലിയിലാണ് ഞാനിപ്പോൾ. ഞാൻ വീട്ടിലായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഒരാവശ്യം ഉണ്ടായിരുന്നു, ഒന്നല്ല 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും കുറേ തുണികൾ കഴുകാനുണ്ടായിരുന്നു. അണ്ണൻ്റെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കൈലികൾ മാത്രമാണ് എടുത്തത്. 1-2 ഷർട്ടും കുറേ കൈലികളുമായിരുന്നു എടുത്തത്. അങ്ങനെ ഇന്ന് കൈലികൾ കഴുകൽ മാമാങ്കമായിരുന്നു. അങ്ങനെ പിന്നെ തുണി കഴുകലും ഒക്കെ കഴിഞ്ഞു. തുണി കഴുകക്കം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി പെയിൻറ്റിങ് ആണ്. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാമല്ലോ എന്ന് കരുതി തന്നെയാണ് ഞാൻ കുറച്ച് കൈലികൾ മാത്രം എടുത്തത്. കാരണം ആ കൊച്ചു കറുത്ത കൈലികളാണ് കൂടുതലും ഉടുക്കുന്നത് കേട്ടോ. കറുത്ത കൈലിയോട് ഭയങ്കര ഇഷ്ടമാണ്. കാവിക്കൈലി അധികം അതിന് വേണ്ടി ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷേ എന്നാലും കറുത്ത കൈലിയാണ് ആ കൊച്ചിന് ഇഷ്ടം. അങ്ങനെ പിന്നെ തുണി കഴുകക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ അകത്തേക്ക് കയറി വന്നു കേട്ടോ. കിടന്നെന്ന് മടിച്ചിയായിട്ടാണ്ട് ബെഡ്ഷീറ്റ് പോലും വിരിച്ചിട്ടില്ല, ഞാനും കയറി കിടന്നത് കേട്ടോ. അങ്ങനെ പാർത്തമ്മ പിന്നെ വന്നു. അവന് എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ ഒരു ബുൾസൈ ഉണ്ടാക്കി തരുമോയെന്ന്. അപ്പം ഞാൻ അവിടെ കിടക്കുന്ന കണ്ടുകൊണ്ട് എൻ്റെ കുഞ്ഞു പറഞ്ഞേ കഷ്ടം, മക്കളമാരിങ്ങനെ അല്ലേ, നമ്മളും നമ്മുടെ അമ്മമാരോട് ഇങ്ങനെ സ്നേഹമുള്ളവരല്ലേ. അപ്പം എൻ്റെ മോൻ പറയാ അമ്മ എങ്കിൽ അവിടെ കിടന്നു, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് തന്നെത്താനെ അടുക്കളയിൽ കയറി ഉണ്ടാക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും കൊച്ചു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇത് കണ്ടിട്ട് തന്നെത്താനെ പോയി ഗ്യാസ് കത്തിക്കാനോ ഒന്നും നിൽക്കേണ്ട. അമ്മയും അച്ഛനും ഒക്കെ അടുത്തുണ്ടെങ്കിൽ മാത്രം ഗ്യാസ് കത്തിക്കുക, അങ്ങനെ വല്ലതും ചെയ്ത് വെച്ചാൽ മതി. അല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുകയും ചെയ്യരുത്.
പാർത്ഥമോനെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ കാണും. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ, ഞങ്ങളുടെ സുന്ദരിമണിയുടെ കണക്ക് ഞാൻ എങ്ങോട്ട് പോയാലും അവൻ എപ്പോഴും ഇങ്ങനെ അമ്മയെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം അവനറിയാം. പിന്നെ അവന് ഗ്യാസ് കത്തിക്കുകയും അവന് എന്താ അത്യാവശ്യം പണികളെന്ന് പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും ഒന്നും വയ്യാതൊക്കെ കിടക്കുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് ചൂടാക്കി കൊണ്ട് തരുമായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനോട് അവൻ ബുൾസൈ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കാഞ്ഞത്. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കേട്ടോ. ഉണ്ണി പൊട്ടിപ്പോയെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പരാതിയും പറഞ്ഞ്. പിന്നെ ഞാൻ എണീറ്റ് വന്നിട്ട് അവന് ചോറെടുത്ത് കൊടുക്കാനായിട്ട് വന്നിട്ട് ഞാൻ ആകപ്പാടിങ്ങനെ അടുക്കളയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാനിങ്ങനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. കാരണം നമ്മളൊന്നും ചെയ്തില്ല, ഒരു ജോലിയും ചെയ്യാതെ കയറി കിടക്കുമായിരുന്നു, മടിയെടുത്ത് മടിച്ച് വേലയായിട്ട് കിടക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനാണെങ്കിൽ അടുക്കളയിൽ കയറിയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് കരുതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 10 മിനിറ്റ് നമ്മളുടെ ജോലി നമ്മളൊന്ന് അലസതയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോലിയെല്ലാം അവിടെ പെൻഡിങ് ആകും. നമ്മുടെ വീട് പരിസരം മൊത്തത്തിൽ ഒരു വേറെ ഒരു അവസ്ഥയിലായി പോകുന്നൊരു രീതിയിലേക്ക് ആകും അല്ലേ. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പോവാതിരിക്കാനും പറ്റത്തില്ല. എന്നാൽ പോയിട്ട് വന്നു കഴിഞ്ഞാലോ നമ്മുടെ വീട് ഈ മാതിരി കോലം കെട്ട കണക്കായി പോകും. പ്രത്യേകിച്ച് നമ്മളുടെ ഭർത്താക്കന്മാരെ കയ്യിലേക്ക് നമ്മുടെ വീട് ഏൽപ്പിച്ചിട്ട് പോകാമെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, നിങ്ങളും ജോലികളൊക്കെ ചെയ്യും. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും കരിമ്പങ്കാട്ടിൽ ആന കയറുന്ന കണക്കായിരിക്കും നിങ്ങളുടെ ജോലികൾ. അപ്പം പറഞ്ഞിരിക്കാതെ ഞാൻ എൻ്റെ ജോലികളൊക്കെ ഒരുവിധം ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോറും കറിയൊക്കെ ഇങ്ങനെ പകർന്നു കൊണ്ടുവന്ന് വെക്കുക. ഞാനങ്ങനെ കൊണ്ട് വെക്കുന്നതാണ്. എന്നിട്ടാണ് അവിടെ എല്ലാം വൃത്തിയാക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലൊന്നും പറയാം, എന്നാൽ ഒരുപാട് കൂടുതലൊന്നും പറയാനും പറ്റത്തില്ല. ആ ഒരു രീതിയിലുള്ള കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പാത്രം കഴുകാമെന്ന് കരുതി നമ്മുടെ ചോറും കറികളും ഒക്കെ പകർന്ന് വെച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങളായിരുന്നു. ബാക്കിയെല്ലാം ഒരുവിധമൊക്കെ രാവിലെ കുറച്ചൊക്കെ മടിയാണെങ്കിലും കുറച്ചൊക്കെ ജോലികളൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ പാത്രമൊക്കെ കഴുകി വെക്കാം, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിടക്കണമെങ്കിൽ കിടക്കാം. പക്ഷേ എന്തോ തുണി കഴുകക്കവും പാത്രം കഴുകക്കവും ഒക്കെ ഒരുവിധം ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കിനും എൻ്റെ ആ ഒരു മടിയും കാര്യങ്ങളും ഒക്കെ മാറിയെന്ന് തന്നെ പറയാം. നമ്മളുടെ ആ ഒരു പഴയ ഒരു ഉന്മേഷത്തിലേക്ക് തിരിച്ച് വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ പാത്രം കഴുകക്കവും ഒക്കെ ഒരുവിധം ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിൻ്റെ ഒരു പര്യവസാനത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുക. അപ്പം നമുക്ക് കുഞ്ഞുമക്കളൊക്കെ ഉള്ള അമ്മമാർ എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ പെൺമക്കളോടും ആൺമക്കളോടും പറഞ്ഞു കൊടുക്കാം കേട്ടോ. പറഞ്ഞു കൊടുക്കാവുന്ന ഒന്നാണ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് അടുക്കും ചിട്ടയോട് കൂടി തന്നെ ചെയ്യുക. ഇച്ചിരി സമയമെടുത്ത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ചെയ്യുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ചെയ്യുക. നമ്മളിപ്പോൾ പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകി കൊണ്ടുവന്ന് വെച്ചാൽ ആ ഒരു ജോലി അങ്ങ് കഴിയുമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ കഴിയും എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ പാത്രം കഴുകിയിട്ട് അത് അതിൻ്റേതായ രീതിയിൽ എവിടൊക്കെയാണോ അടുക്കി പറക്കി വെക്കേണ്ടത് അവിടെയൊക്കെ തന്നെ തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അടുക്കി പറക്കി വെക്കുന്നതിലാണ് ആ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഒരു തൃപ്തിയിലെത്തുന്നത്. പര്യവസാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ്. അങ്ങനെ കൂടി ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. എനിക്ക് പണ്ട് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ അന്ന് കുഞ്ഞുനാളിൽ ചെറുതായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പം വലുതായപ്പം നമുക്ക് നല്ല സ്പീഡിന് ചെയ്യാൻ പറ്റത്തില്ലേ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കുക. അല്ല ഇപ്പം എൻ്റെ ചാനൽ കാണുന്ന ഏതെങ്കിലും ചേച്ചിമാർ വിചാരിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ മക്കളെ ഇപ്പോൾ അടുക്കളപ്പണി ചെയ്യാനാണോ വിടുന്നത് വളർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാലും പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും സ്വന്തം കാലിൽ നിൽക്കുന്നവരാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിലേക്ക് മാറിയാൽ പോലും ഒന്ന് പാചകം ചെയ്യുമല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു പാത്രമെങ്കിലും കഴുകി വെക്കണ്ടേ. അപ്പം അതിൻ്റെ ഒരു കാര്യം ഒരു എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും ഞാനിവിടെ എൻ്റെ മോനും പറഞ്ഞു കൊടുക്കാറുള്ള കാര്യമാണ്. അവൻ്റെ ബെഡ്റൂം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി ഇടണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയും, നീ എപ്പോഴും ഇങ്ങനെ കുഞ്ഞായിട്ടിരിക്കത്തില്ല, നീ ഇങ്ങനെ വളർന്നു വലിയൊരു കൊച്ചാവും. അമ്മ എപ്പോഴും നിന്നെ സഹായിക്കുന്ന ഒരു സമയം കഴിയും. നീ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നിൻ്റെ കാര്യങ്ങൾ നീ തന്നെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴേ നീ അതെല്ലാം ചെയ്ത് തുടങ്ങിയെങ്കിലേ വലുതാവുമ്പോൾ നിനക്കത് അന്നേരം ഓർക്കും. എൻ്റെ അമ്മ എന്നെക്കൊണ്ട് അന്ന് അങ്ങനെ പറഞ്ഞ് എനിക്ക് ചെയ്യാനൊരു ട്രെയിനിങ് തന്നിട്ടാണല്ലോ ഇപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലോങ് ആണ്. എൻ്റെ ചാനലിൽ വന്നിട്ട് എൻ്റെ ലൈവിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് പറയുന്നുണ്ട്, എൻ്റെ വീഡിയോ ലോങ് ആയിട്ട് ചെയ്യണം, കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത് കൂടുതലായിട്ടൊരു വീഡിയോ ഇന്ന് ഞാൻ എടുക്കുന്നത്. അപ്പം ഇത്രയും ലെങ്ത് ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. ഞാൻ ഒന്നും കൂടി പരമാവധി ലെങ്ത് കുറച്ചെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഞാൻ ലെങ്ത് കൂട്ടിയെടുക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും വീഡിയോസ് എടുക്കുന്നത് ഒന്നുകിൽ ഞാൻ പാവുമ്പേലെ നമ്മുടെ ഈ ഒരു പരിസരങ്ങളിൽ ഞാൻ ചെയ്യുന്ന
ജോലികൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മലനടയിൽ പോകുന്ന അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, അല്ലാതെ ഞാൻ പുറത്തോട്ടെങ്ങും പോകുന്നില്ലല്ലോ. നമ്മളെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കാണിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളും കാണിക്കാനായിട്ട് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് മാത്രം ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാനെല്ലാം നന്നായിട്ട് നീളം കൂട്ടി വീഡിയോസ് എടുക്കാൻ ശ്രമിക്കാം. പിന്നെ അവസാനം പറയരുത് രേഷ്മയുടെ വീഡിയോസ് എല്ലാം ഭയങ്കര ലാഗാണ്, ഭയങ്കര ബോറാണെന്ന് പറയരുത്. അപ്പം നമ്മുടെ അടുക്കളയിലെ വൃത്തിയാക്കലും കാര്യങ്ങളും ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ തൂത്തുവാരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒരുവിധം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുക്കളയും പെരയ്ക്കകം എല്ലാം തൂത്തരാം. ഇന്ന് എന്തായാലും ഭാഗ്യത്തിന് ഞാൻ തൂക്കാനായിട്ട് എത്തിയപ്പം നമ്മുടെ കുഞ്ഞുമണി വന്നിട്ടില്ല. അവൾ അവിടെ കണ്ട് കിടന്നുറങ്ങുകയാണ്. അവിടെ ഒരു പാത്രത്തിൽ ചോറിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുമണിക്കുള്ള ചോറ് വെച്ചേക്കാണ് കേട്ടോ. നഗടക്ക പ്രാണികളല്ലേ, എപ്പോഴും വന്ന് അമ്മേ ചോറുതായോ ചേച്ചി എന്ന് പറയാൻ അവർക്ക് പറ്റത്തില്ലല്ലോ, അവർക്ക് കരയാനല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊരു കുറച്ച് പാത്രത്തിനകത്ത് കുറച്ച് ചോറ്, ഇങ്ങനെ മീനുള്ള ചോറ് പുരട്ടി വെച്ചേക്കാണ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴുകിയിട്ട തുണിയാണിത് കേട്ടോ. ഉണങ്ങി കരിഞ്ഞ് വരണ്ട് കിടക്കുകയാണ്. ചേച്ചി ഞാനൊരു പരുവമായി, എന്നെ എടുത്തുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന കുറച്ച് ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു. അതത്രയ്ക്കും ഉണങ്ങിയൊരു പരുവമായി. പിന്നെ തുണിയൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് എല്ലാം പിന്നെ എനിക്കുണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ മുറ്റമടിയുണ്ട് കേട്ടോ. മുറ്റമടിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇച്ചിരി പരിപാടി ഉണ്ടായിരുന്നു. അത് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. പിന്നെയാണ് ഞാൻ വീഡിയോ ഓണാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. എൻ്റെ വീഡിയോ നേരത്തെ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മുറ്റത്ത് മൊത്തവും ഈ കണിവെള്ളരി പടർന്ന് കിടക്കുമായിരുന്നു. അപ്പം അതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞ് അവിടെ കുറേ പോച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിച്ചു പറിച്ച് കളയുന്നത്. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ ഇത് ഞാൻ വീഡിയോ എടുത്തില്ല, വീഡിയോ ഓണാക്കി വെച്ചില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. കാരണം ഇന്നും പൊതുവെ ഒരു അലസതയായിരുന്നല്ലോ, അതുകൊണ്ടാണ് മറന്നു പോയത് കേട്ടോ. സോറി, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ അങ്ങനെ പിന്നെ മുറ്റോടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും ഒരുവിധം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കയറി വന്നു. നമ്മുടെ ഇന്ന് കഴുകി കൊണ്ടുവന്ന തുണി മടക്കലാണ്. കൈലി മാത്രമേ ഞാൻ കഴുകിയിട്ടുള്ളായിരുന്നു. അണ്ണൻ്റെ കുറേ കൈലികൾ ആയിരുന്നു. അതിപ്പം എല്ലാം മടക്കാണ്. നമ്മുടെ കുഞ്ഞുമണി അതിൻ്റെ ഇടയ്ക്കൂടെ അവൾ കുസൃതിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും അതിനകത്ത് വന്ന് ഇടയ്ക്ക് വന്ന് എന്നെ അലമ്പാനായിട്ട് അവൾ വരുന്ന ഒരു സ്വഭാവം അവൾക്കുണ്ട്. അങ്ങനെ പിന്നെ തുണി മടക്കലും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇന്നത്തെ പാചകമൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്നും ചോറ് കറി വിഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അതുകൊണ്ടാണ് എന്നും അത് തന്നെ കാണിക്കാത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസ് കാണാം. അപ്പോൾ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിലെ ലൈവ് എന്നും 11:30-ക്കാണ് രാവിലെ. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക കേട്ടോ.